ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വീണ്ടും ദേവിയുടെ ചിന്ത ഒരു മനുഷ്യനുണ്ടാകുന്നതിലേക്ക് തിരിഞ്ഞു. മനോഭിരാമനായ ശ്രീരാമദേവനെ വെറുപ്പിക്കത്തക്ക ഏതെങ്കിലും ദോഷം എനിക്ക് ഉണ്ടായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിൽ ഉപേക്ഷ എന്നെ സംബന്ധിച്ചു വന്നത്? എന്നാൽ അത്തരത്തിലുള്ള ഒരു ദോഷം എന്നിലുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ കാരണവശാൽ അവിടുത്തേക്ക് അശ്രദ്ധ ഉണ്ടാകുകയില്ല. പൂർവജന്മത്തിൽ അനേകം പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് പുരുഷോത്തമനായ അവിടുത്തെ പത്നീസ്ഥാനം എനിക്ക് ലഭിച്ചത്. ഉത്തമ സ്ത്രീയായി അവിടുത്തെ ശുശ്രൂഷിച്ച് സഹധർമ്മിണിയായിരിക്കുവാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞു. ഞാൻ സുഹൃതം ചെയ്തത് അവസാനിച്ചിരിക്കും. അപ്പോൾ ഭർത്തൃവിയോഗം വന്നു ചേർന്നു. ഇതായിരിക്കുമോ ശ്രീരാമദർശനം സാധിക്കാതെ അഴലാഴിയിൽ പതിക്കുവാൻ കാരണം? ജന്മാന്തര കൃതമായ പുണ്യം ക്ഷയിച്ച് മഹാപ്രഭുവിനെ പിരിഞ്ഞിരിക്കുവാൻ ഇടവന്ന എൻ്റെ ജീവിതത്തേക്കാൾ ശ്രേയസ്കരമായിട്ടുള്ളത് മരണമാണ്. സംശയമില്ല. പരമാത്മസ്വരൂപിയായ ശ്രീരാമൻ്റെ ചരിത്രത്തിൽ ദോഷകണിക ഒട്ടും തന്നെ ഇതുവരെ വന്നിട്ടില്ല, വരുന്നതുമല്ല. അധർമ്മമാചരിക്കുന്നവർ എല്ലാം അവിടുത്തെ ശത്രുക്കളാണ്. മഹാശൂരനും അരിവിനാശത്തിൽ അതിസമർത്ഥനുമായ തന്തിരുവടിയെ പിരിഞ്ഞിട്ടുള്ള ലോകജീവിതം മതിയാക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ദേവിയുടെ ചിന്ത വീണ്ടും താണു. സാധാരണക്കാരിയെ പോലെ തന്നെ തുടർന്നു. ആയുധമെടുക്കുന്നത് എല്ലാവിധത്തിലുമുള്ള അനർത്ഥങ്ങൾക്ക് കാരണമാണെന്ന് നിശ്ചയിച്ച് ശസ്ത്രാസ്ത്രഗ്രഹണം ഉപേക്ഷിച്ചിരിക്കുമോ? കാട്ടിലെ ഫലമൂലാദികൾ ഭക്ഷിച്ച് ആ നരവരന്മാർ മഹർഷിവൃത്തി സ്വീകരിച്ചിരിക്കുമോ? അതായിരിക്കുമോ എൻ്റെ അന്വേഷണത്തിൽ വിമുഖരാകുവാൻ കാരണം? അതല്ലെങ്കിൽ രാക്ഷസാധിപനായ രാവണൻ ആ വീരസഹോദരന്മാരെ എതിർക്കുവാൻ സാധിക്കില്ലെന്ന് വിചാരിച്ച് ചതിയാൽ നിഗ്രഹിച്ചിരിക്കുമോ? മായാവികളാണ് രാക്ഷസന്മാർ, വിശേഷിച്ചും രാവണൻ്റെ അനുചരന്മാർ. അതായിരിക്കും എൻ്റെ അന്വേഷണത്തിൽ വിമുഖരായിട്ടെനിക്ക് തോന്നാൻ കാരണം. എന്തുകൊണ്ട് നോക്കിയാലും ഭാഗ്യഹീനയായ ഞാൻ ഈ സ്ഥിതിയിൽ അകപ്പെട്ടതിനാൽ യുക്തമായി തോന്നുന്നത് മരണമാണ്. അസഹനീയമായ ദുഃഖമാണ് എന്നെ ബാധിച്ചിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് മരണം സംഭവിക്കുന്നില്ലല്ലോ. ദേവിയുടെ ചിന്ത ക്രമത്തിൽ അത്യുന്നത മാർഗത്തിലേക്ക് ഉയരാൻ തുടങ്ങി. വ്യസനത്തിൽ നിന്ന് വിമുക്തി നേടാൻ വിവേകം കൊണ്ട് മാത്രമേ സാധിക്കൂ. ആത്മാവിൻ്റെ സ്വരൂപം സത്യമായ ബ്രഹ്മമാണ്. ഏകാഗ്രതയാൽ മനസ്സിനെ ജയിച്ച് ധ്യാനത്താൽ ജീവാത്മാവിനെ പരമാത്മരൂപത്തിൽ കാണുവാൻ സാധിക്കുന്ന മഹർഷീശ്വരന്മാരാണ് ധന്യന്മാർ. ജന്മാന്തരങ്ങളിൽ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഈ സംസ്കാരം. അന്ധകരണത്തെ ജയിച്ച് ജീവാത്മ പരമാത്മാക്കളുടെ ഐക്യത്തിൽ ബ്രഹ്മാനന്ദ നിമഗ്നരായി തീരുന്നവർക്ക് പ്രിയം അപ്രിയം എന്നീ ഭേദഭാവനയില്ലാതാകും. ആ സ്ഥിതിയിൽ എത്തുന്നവരാണ് ഭാഗ്യശാലികൾ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതൊന്ന് വിട്ടുപിരിഞ്ഞാലും ദുഃഖം ഭവിക്കേയില്ല. അപ്രിയമായത് വന്നാലും പ്രിയയോഗത്തേക്കാൾ അധികം വ്യത്യാസം മനസ്സിനെ ബാധിക്കുകയുമില്ല. അങ്ങനെ പ്രിയ അപ്രിയ അവസ്ഥയിൽ നിന്ന് മുക്തന്മാരായ മഹാത്മാക്കളെ ഞാൻ മനസ സവിനയം നമസ്കരിക്കുന്നു. പ്രിയ അപ്രിയാതീത അവസ്ഥ എനിക്കും ലഭിക്കുമാറാകട്ടെ. ആത്മനാനിയായ പ്രിയതമൻ്റെ ഹൃദയത്തിൽ നിന്ന് നിഷ്കാസിത ആവുക മാത്രമല്ല, പാപകർമ്മനിരതനായ രാവണൻ്റെ അധീനത്തിലായ എൻ്റെ ജീവധാരണം ഇനി ആവശ്യമില്ല. ഈ ശരീരത്തിൽ നിന്ന് പ്രാണങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് യുക്തം. സീതാദേവിയുടെ അത്യുഗ്രമായ ഈ തീരുമാനം കേട്ടപ്പോൾ രാക്ഷസികൾ ക്രോധാന്തകളായി. യജമാനൻ്റെ പ്രീതി കൂടി സമ്പാദിക്കുവാൻ അവരിൽ ഒരു സംഘം സീത തീരുമാനം അറിയിക്കുവാൻ രാവണ സന്നിധിയിലേക്ക് ഓടിക്കഴിഞ്ഞു. സ്വതവേ ഘോരരൂപികളായ അവർ ഒന്നുകൂടി ഭയങ്കരികളായി ദേവീ സമീപത്തിൽ ചെന്ന് ഓരോ കാര്യത്തെ തന്നെ പറഞ്ഞു തുടങ്ങി. അതുകൊണ്ടുണ്ടാകുന്ന ആപത്ത് അവർക്കു തന്നെയാണ് വന്നു ചേരുന്നത്. മറ്റൊരു പ്രയോജനവും ഇല്ല തന്നെ. അതിദുഷ്ടയായ സീതേ, ആത്മാവിൻ്റെ നാശത്തിനൊരുങ്ങുന്ന നിന്റെ മാംസം രാക്ഷസികളുടെ സുഖഭക്ഷണമാകും. നിനക്ക് തമ്പുരാൻ നിശ്ചയിച്ച അവധി 2 മാസമാണ്. അതുവരെ നിനക്ക് ജീവിക്കാം. പിറ്റേന്ന് നിന്നെ നുറുക്കി തിന്നുവാനുള്ള അനുവാദം ഞങ്ങൾക്ക് കിട്ടും. അതിനിനി അധികം കാലതാമസമില്ല. മര്യാദ എന്തെന്നറിവില്ലാത്ത രാക്ഷസികൾ സീതയെ ശകാരിച്ച് ഭയപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അതുവരെയും നിദ്രാവശകയായിരുന്നവളും അപ്പോൾ ഉണർന്നെഴുന്നേറ്റവളും ധർമ്മം ജ്ഞാനം യോഗം വയസ്സ് എന്നിവയാൽ വൃദ്ധയുമായ ത്രിജട എന്നു പേരായ രാക്ഷസി പറഞ്ഞു, മര്യാദയില്ലാത്ത നക്തഞ്ചരികളെ, നിങ്ങൾ നിങ്ങളെ തന്നെ കടിച്ചു തിന്നുവിൻ. സീതാദേവിയെ ഭക്ഷിക്കേണ്ട. ജനകരാജ ഋഷിയുടെ സീമന്തപുത്രി, ദശരഥ മഹാരാജാവിൻ്റെ പുത്രപത്നി
ഇവൾ നിങ്ങൾക്കു ഭക്ഷിപ്പാൻ ഉള്ളതല്ല. ഹേ മന്ദബുദ്ധികളെ, ഞാൻ ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടു. അത് ഭയജനകവും രോമാഞ്ചദായകവുമാണ്. അതിൻ്റെ ഫലം രാക്ഷസവംശനാശവും സീതാപതിയുടെ അഭിവൃദ്ധിയുമാകുന്നു. ത്രിജടയുടെ വാക്കുകൾ കേട്ടപ്പോഴേക്കും രാക്ഷസികളുടെ കോപമെല്ലാം പറന്നു. തൽസ്ഥാനത്ത് ഭയം സ്ഥലം പിടിച്ചു. തൊണ്ട വരണ്ട് ജിജ്ഞാസയോടെ ചോദിച്ചു, ത്രിജടെ, എന്തൊരു സ്വപ്നമാണ് കണ്ടത്? വേഗം പറയൂ. പ്രമദകളായ ആ നിശാചരിമാരുടെ പരിഭ്രമം കണ്ട ത്രിജട തുടർന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.